സീതയ്ക്ക് ഇത്ര വണ്ണേ പാടുള്ളൂ, ഇത്ര പൊക്കേ പാടുള്ളൂ എന്നൊക്കെ രാമായണത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? അത് മൊയിലാളി ഏമാരുടെ പറഞ്ഞു കൊടുക്കി. ആര് സീത കിട്ടുന്ന ആളാ സീത. ആ ഉണ്ണിമായക്ക് കവിഹൃദയമുണ്ടോ? ഹൃദയമുണ്ട്, കവിഹൃദയമില്ല. ഇതിനെ തന്നെ കണ്ടുപിടിക്കാൻ പെട്ട ആളെ എനിക്കറിയാം. മൊയിലാളി ഇവിടും തപ്പിയെടുത്തു. ഒന്നും പറയാണ്ടിരിക്കാ ഭേദം. അലില വയറുള്ള ചാപല്യമ്മേ നിന്നെ അങ്ങനെയെന്ന് വിളിച്ചോട്ടെ ഞാൻ. ഓ, ഈ ഉണ്ണിയുടെ ഒരു തലവിധിയെ. ഇവിടെ ഉണ്ടല്ലോ 2 തടിച്ചകൾ. അവറ്റകൾക്ക് അടുക്കളയ്ക്ക് എന്തെങ്കിലും ചെയ്താൽ എന്താ? കുട്ടി തന്നെ ഇങ്ങനെ ഒട്ടിക്കരുത്, കഷ്ടപ്പെടുന്ന കാട് പൂളിന്റെ ഹൃദയം വേദന തോന്നരമാവും. കല്യാണം കല്യാണോ? തന്നെ വിവരക്കേട് തന്റെ കൂടപ്പറപ്പാ. കല്യാണമൊക്കെ നമ്മളറിയിക്കേണ്ട നടത്തുവോ? കണ്ണുനീർ തുള്ളി. ഇവിടെ ഉള്ള തടിച്ചുകളിലൊന്ന് ദാസേട്ടന്റെ കെട്ടിയവള് തന്നെയല്ലേ? പറഞ്ഞൂടായിരുന്നോ അടുക്കള കയറി വല്ലതും ചെയ്യാൻ? അല്ല രോഹിണി, ദാസേട്ടന്റെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക് വിഷമം. എന്ത് വിഷമം? കഷ്ടം. ഭർത്താവിന് ഭാര്യ അനുസരിക്കില്ലെന്ന് വെച്ചാ. ദോഷം പറയരുതല്ലോ. എന്റെ ജയലക്ഷ്മിക്ക് മേക്കപ്പിലും ആഹാരത്തിലും ഒരു ഭ്രമവും ഇല്ല. അവളുടെ വീക്ക്നെസ് സാരി സിനിമയാണ്. എങ്ങനെയുണ്ട് എന്റെ ട്രീറ്റ്മെന്റ്? അയ്യോ, മൊയിലാളി ആര്? കള്ളനല്ലേ, പെരുങ്കള്ളനല്ലേ. ഓ, ഇപ്പോഴത്തെ സിനിമാറ്റിക്കറ്റിന്റെ റേറ്റ് വെച്ച് നോക്കുമ്പോ ഞാൻ കൊട്ടകെ കൊടുത്ത കാശ് കൊണ്ട് ചെറിയൊരു ഹോട്ടൽ തുടങ്ങാമായിരുന്നു. പറഞ്ഞിട്ട് എന്താ കാര്യം? അവളുടെ അച്ഛൻ കല്യാണത്തിന് കൊടുത്ത ആഭരണങ്ങൾ മുഴുവൻ ബാങ്കിൽ നിന്ന് കണക്ക് പഠിക്കുക. പിന്നെ എന്ത് ജീവിതമാ അല്ലേ? അയ്യോ, ഈ ചുമ എപ്പോഴും ഉണ്ട്. ഒരു ശുഭകാര്യത്തിന് വരുമ്പോ വേണ്ടാത്ത വർത്തമാനം പറയല്ലേ എന്റെ പരമാവധി. അവിടെ കണ്ണാടി എടുക്കട്ടെ. ഇതെന്തിനാ ഈ ഭൂതക്കണ്ണാടി? അല്ല, പെണ്ണ് അകലെ നിൽക്കുകയാണെങ്കിൽ കാണാൻ വിഷമം ഉണ്ടായിരുന്നല്ലോ. അങ്ങനൊന്നുമില്ല, ബീഡി വലിക്കുമ്പം ചുമയ്ക്കും, അത്രേ ഉള്ളൂ. അപ്പൊ മൊത്തത്തിൽ പിക്കപ്പ് കുറഞ്ഞു തുടങ്ങിയല്ലേ? പിക്കപ്പിന്റെ കാര്യത്തിൽ ചേട്ടൻ പേടിക്കണ്ട, പിക്കപ്പ് ഞാൻ ഉറപ്പ് തരാം. ഇതെന്തിനാ സഞ്ജി? ഇത് സഞ്ജി. നീ ആര്? സഞ്ജീവ് കുമാറാ? അല്ല, എന്റെ വേല ഇറക്കരുത്. സുരേഷ് മേനോൻ സാറ് അപ്പിയെ കെട്ടാൻ പോണ കാര്യം നാട്ടിൽ മുഴുവൻ പാട്ടാണ്. എന്നിട്ട് എന്തൊരു നീ ഒളിച്ചു കളി? നിങ്ങൾ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കരുത്. ഞാൻ ഓണ്ടല്ലോ. പെൺകുട്ടികളല്ലേ, ഈ പ്രേമം വിവാഹം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് നാണിച്ചും പ്രതിഷേധിച്ചും ഒക്കെയല്ലേ സമ്മതിക്കും. ഈ കാപ്പി കുടിച്ചിട്ടുടനെ സ്ഥലം വിട്ടോണേ. നീ പരിസരത്ത് കൊണ്ട കാല് വലിയ ഓടിക്കുന്നു. ആദ്യം അഭിനയിക്കാൻ ഒക്കൂന്നൊക്കെ പറഞ്ഞതാ, പിന്നെ തന്തം പിടിക്ക. നാളെ റിഹേഴ്സലുണ്ട്. ആ പോയ കുട്ടി കൊള്ളാം, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അത് നിനക്കുള്ളതല്ല, ഇവനുള്ളതാ. നിനക്കുള്ള ആള് വരാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ 4 പേരുണ്ടെന്നല്ലേ പറഞ്ഞ്? അതിൽ 4 പേരെയും കണ്ടിട്ട് ഏറ്റവും നല്ല ഒരെണ്ണത്തിന് എനിക്ക്